ഹായ് ഓൾ ഫോഴ്സോസ് ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇവിടെ കൊച്ചിയിൽ ഇപ്പോഴും മഴ തന്നെയാണ്. എന്നിരുന്നാലും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലായിടത്തും ഇപ്പോൾ പകർച്ചവ്യാധികൾ ഒരുപാട് പകർന്നു പിടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി കെയർ ചെയ്യുക, എല്ലാവരും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. സോ ഒരിക്കൽ കൂടി എൻ്റെ ഫോഴ്സോസ് ലൈഫിൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സോ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ പെൺകുട്ടികൾ ഒരുപാട് പേര് ഇപ്പോൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊരു വീഡിയോ ചെയ്തത്. സോ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അടുത്ത് വരുന്ന എപ്പിസോഡിൽ, അതായത് ഇനി ചെയ്യാൻ പോകുന്ന എപ്പിസോഡ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സോ അതേപോലെ തന്നെ ഇന്ന് ഞാൻ കുറച്ച് അതിൽ നിന്നും കുറച്ചുകൂടെ ഒന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലേക്കാണ് ഈ എപ്പിസോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഞാൻ കഴിഞ്ഞ തവണ ചെയ്തപ്പോഴത്തേന് ഞാനൊരു കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു തോന്നി, ഇപ്പോൾ നമ്മളെന്നും മാധ്യമങ്ങളിൽ കൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇന്ന കാരണം കൊണ്ടാണ് ഓരോ പെൺകുട്ടികളിങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ കുറേ ആലോചിച്ചിട്ടുണ്ട്, ഇത്രയും ആൾക്കാർക്ക് ഇതിന് മാത്രം ഇഷ്യൂസ് ഉണ്ടോ, ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ മാത്രമുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി, എന്നാൽ അതിനെക്കുറിച്ച് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാലോ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ഫ്രണ്ട്സിനോട്, ഇപ്പം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഞാൻ അവരോട് ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്തു. അപ്പോൾ അവർ തന്നെ പറഞ്ഞത് ഒബ്വിയസ്ലി അവർക്കും ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആൺകുട്ടികളാണെങ്കിൽ പോലും അവർക്കും ഇങ്ങനെയുള്ളൊരു, അതായത് സൂയിസൈഡ് ചെയ്യണം എന്നുള്ളൊരു ടെംപ്റ്റേഷനെ കൂടി കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ് എന്ന് തന്നെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഞാനപ്പോൾ അവരോട് പറഞ്ഞു, എനിക്കെന്നാൽ അങ്ങനെയുള്ളൊരു കുറച്ച് നിങ്ങളുടെ ഒരു എന്താ പറയുക ആ ഒരു എക്സ്പീരിയൻസ് എനിക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ കുറേ പേരെന്നോട് ഷെയർ ചെയ്തു തന്ന ആൾക്കാർ, ഒരു 10-15 പേര് എനിക്ക് അവരുടെ ഒരു ലൈഫിൽ നിന്ന്, അവരുടെ ഒരു എല്ലാവരും ഒരു 35 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാരാണ്. സോ ആ ഒരു ഏജ് ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അവർക്ക് എല്ലാവർക്കും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലെ ആൾക്കാരുടെ മെൻറ്റാലിറ്റി ഇപ്പോഴും ആ ഒരു എന്താ പറയുക, ആ ഒരു പഴയൊരു കാടത്തം നിറഞ്ഞൊരു സ്വഭാവത്തിൽ, മറ്റുള്ളവർ മനസ്സിലാക്കാത്ത ഒരു സ്വഭാവത്തിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ എന്താ പറയുക, ഞാനപ്പോൾ അവരോട് ചോദിച്ചു, എന്നാൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്ത് തരാമോ, എനിക്ക് എല്ലാവരോടും ഒന്ന് പറയാനാണ്. കാരണം നമ്മൾ ഈ പത്രങ്ങളിൽ കൂടി കാണുന്നു ഇതിന് മാത്രം ആൾക്കാർ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളപ്പോൾ എനിക്ക് കുറേ പേര് എനിക്ക് അവരുടെ സ്റ്റോറീസ് ഷെയർ ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു 14 എണ്ണത്തോളം എനിക്ക് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് മിക്കവാറും എണ്ണം സെയിം ആണ്, കാര്യങ്ങൾ ഒരേപോലെയാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എനിക്ക് 3 സ്റ്റോറീസ് ഞാൻ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് എനിക്ക് കിട്ടി. സോ അപ്പോൾ ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ എപ്പിസോഡ്. അതായത് 3 പെൺകുട്ടികളുടേതാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ അവരുടെ ഇതിൽ പേര് ഞാൻ റിയലായിട്ടുള്ള പേര് ഞാൻ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കണില്ല. സോ ആദ്യത്തെ ആൾക്ക് ഞാൻ അവരുടെ സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം കേട്ടോ. എനിക്ക് അയച്ചു തന്ന എങ്ങനെയാണോ, അവരെനിക്ക് എഴുതി അവരുടെ സ്റ്റോറി അയച്ചു തന്ന എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞാൻ ആ സ്റ്റോറി പറഞ്ഞു തരാം. അതായത് മീൻസ് കൂടി അത് അറിയണം എന്ന് തന്നെ എനിക്കൊരു തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആളുടെ പേരും എന്താ റിയലായിട്ടുള്ള പേര് ഞാൻ പറയില്ല. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു പേര് ആനി എന്നാണ് കേട്ടോ, ആനി. അപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ 3 പെൺകുട്ടികളാണ്. അപ്പം എന്താ പറയുക, 3 പെൺകുട്ടികളാണ് ഞങ്ങൾ. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചതും വളർത്തിയതും. നല്ല പ്രായത്തിൽ തന്നെ നല്ല രീതിയിൽ ഞങ്ങൾ കല്യാണവും നടത്തി തന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. എന്തെങ്കിലും ചെയ്താൽ കുറ്റം, ചെയ്തില്ലെങ്കിൽ കുറ്റം. വീട്ടിലൊന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അവരെ ഇൻസൾട്ട് ചെയ്യും, വീട്ടുകാരുടെ കുറ്റം പറഞ്ഞ് നടക്കും. വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ കുറ്റം പറഞ്ഞ് എല്ലായിടത്തും നടക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ. ആദ്യമൊന്നും പ്രതികരിച്ചില്ല, മിണ്ടാതെ എല്ലാം കേട്ടു. 2-3 വർഷം പിടിച്ചു നിന്നു. പിന്നെ ഞാൻ ഹസ്ബൻഡിനോട് പറയുമ്പോൾ അയാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. എന്നെ അപ്പോൾ അവിടെ എല്ലാവരും ഒറ്റപ്പെടുത്തി, ഉപദ്രവിക്കുമായിരുന്നു. പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായി. ഞാൻ പിന്നെ പ്രതികരിച്ചു തുടങ്ങി.
എതിർത്ത് സംസാരിച്ചു തുടങ്ങി അവരോട്. എന്നിട്ടും ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്തില്ല. വലിയ വഴക്കും പ്രശ്നങ്ങളുമായി. ഡിവോഴ്സിൻ്റെ വക്കിലെത്തി. ഇതിനിടയിൽ ഒരു കുട്ടിയുണ്ടായി. ഞാൻ ഒരുപാട് ഡിപ്രഷനിലായി. ആത്മഹത്യയെക്കുറിച്ച് പലതവണ ആലോചിക്കാൻ തുടങ്ങി. ഉറങ്ങാതെ രാത്രിയിൽ അങ്ങനെ ആലോചിച്ചിരിക്കും ഒരുപാട് നേരം. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ചത്ത് കിട്ടിയാൽ മതി എന്നായിരുന്നു. തിരിച്ചിറങ്ങി പോകാനും പറ്റാത്ത അവസ്ഥ. വീട്ടിൽ എന്നെ താങ്ങാൻ ആരുമില്ല. അമ്മ മാത്രമാണുള്ളത്. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ആത്മഹത്യയെക്കുറിച്ച് മാത്രമായി ചിന്ത. ആത്മഹത്യ ചെയ്യാൻ പലതവണ ഒരുങ്ങി. വലിയ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായി. ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു. വാടകയ്ക്ക് വീടെടുത്ത് മാറാമെന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ മാറി. ഇപ്പോൾ പ്രശ്നങ്ങളില്ലാതെ 1 വർഷമായി ജീവിക്കുന്നു. ഇപ്പോൾ സന്തോഷമാണ്. ഇതാണ് ഒരു സ്റ്റോറി. നമുക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരാളുടെ ലൈഫിൽ ആൾ ആത്മഹത്യ ചെയ്യാൻ ട്രൈ ചെയ്തു എന്നാണ് എന്നോട് പറഞ്ഞത്. ആത്മഹത്യ ചെയ്യാൻ എങ്ങനെയൊക്കെ രീതിയിൽ ട്രൈ ചെയ്തു എന്നുള്ളത് എന്നോട് പേഴ്സണലി പറഞ്ഞു. അത് ഞാനിപ്പോൾ നിങ്ങളോട് പറയണില്ല. ആൾ 2-3 തവണ ആത്മഹത്യ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു. പക്ഷേ ചെറിയ കുട്ടി കൂടെ ഉണ്ടായിരുന്നു. അതായത് ഈ ആത്മഹത്യ ചെയ്യാൻ ട്രൈ ചെയ്ത സമയത്തെല്ലാം കുട്ടിക്ക് 2-3 മാസം പ്രായമുള്ള സമയത്താണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ട്രൈ ചെയ്തത് കേട്ടോ. പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ എത്തിയപ്പോഴാണ് പിന്നെ വീട്ടുകാരോടൊക്കെ സംസാരിച്ചു. പിന്നെ എല്ലാവരോടും കൂടി ഇടപെട്ടപ്പോൾ ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് ഈ ഹസ്ബൻഡ് പിന്നെ ആരോടൊക്കെയോ കൂടെ പുറത്തൊക്കെ പോയി ആരോടൊക്കെയോ സംസാരിച്ചിട്ട് പിന്നെ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചതും പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഹാപ്പി ആയിട്ട് പോകുന്നു. തുടർന്ന് ഈ പെൺകുട്ടി ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ PG കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടി കുറച്ച് വലുതായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ലൈഫ് എൻജോയ് ചെയ്ത് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റോറി കേട്ടോ. അടുത്തതും പെൺകുട്ടി തന്നെയാണ്. ഞാൻ ആ കുട്ടിക്ക് ഇട്ടിരിക്കുന്ന പേര് ഫാത്തിമ എന്നാണ്. ഇത് വേറൊരു തരത്തിലുള്ളൊരു എക്സ്പീരിയൻസാണ്. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. പപ്പയും മമ്മിയും നന്നായി പഠിപ്പിച്ച് ബുദ്ധിമുട്ട് അറിയിക്കാതെ വളർത്തി. അവർ കഷ്ടപ്പെട്ട് ലോണൊക്കെ എടുത്ത് ഞങ്ങളെ +2 കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷൻ തന്നു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, ഒരു ഗൾഫുകാരനുമായിട്ട്. എൻ്റെ കല്യാണം നല്ല രീതിയിൽ തന്നെ നടത്തി തന്നു. അതിനുശേഷം പപ്പ മരിച്ചു. മരിക്കുമ്പോൾ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി എടുത്ത ലോൺ അടവ് തീരാത്തതുകൊണ്ട് വീട് ജപ്തി വന്നു. അപ്പോൾ മമ്മിക്ക് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്ത ക്യാഷിൽ നിന്നും ചെറിയൊരു സ്ഥലവും വീടും മമ്മിയുടെ പേരിൽ വാങ്ങി. ഈ സമയത്ത് ഞാൻ പ്രഗ്നൻ്റാണ്. ഞാൻ മമ്മിയുടെ കൂടെ നിൽക്കാൻ വന്നു. ഈ സമയത്ത് ചേച്ചിയും കുട്ടിയും ഞങ്ങളുടെ കൂടെ താമസിക്കാൻ വന്നു. എല്ലാവരും ഒരുമിച്ച് നിന്നപ്പോൾ സന്തോഷം തോന്നി. പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡും ഇടയ്ക്ക് വന്നു നിന്ന് പോകും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സ്ഥിര താമസം തുടങ്ങി. ചേച്ചിയുടെ ഹസ്ബൻഡാണ് കുറേ ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ കൂടെ താമസിക്കാൻ വന്നത്. അതിന് മുന്നേ ഇടയ്ക്കിടയ്ക്ക് പുള്ളി വന്ന് താമസിച്ച് പോകുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി അവിടെ സ്ഥിര താമസമായി. അപ്പോൾ ചേച്ചിയോട് അതിനെക്കുറിച്ച് ചോദിച്ചു. അളിയന് ജോലിക്കൊന്നും പോകണ്ടേ, നിങ്ങളുടെ കാര്യം നോക്കണ്ടേ, കൊച്ചിനെ സ്കൂളിൽ വിടണ്ടേ എന്നൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ആദ്യമൊക്കെ ചേച്ചി ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. പിന്നെ ഇവൾ സീരിയസ് ആയിട്ട് അങ്ങോട്ട് ചോദിച്ചു തുടങ്ങി. എന്താ നിങ്ങളുടെ കാര്യം, നിങ്ങൾക്ക് ചിലവിന് കഴിയണ്ടേ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ, കൊച്ചിൻ്റെ സ്കൂൾ ഫീസ് അടയ്ക്കണ്ടേ, ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ സ്വന്തം ചേച്ചിയാണ്, അതായത് ഒരമ്മയിൽ പിറന്ന 2 പെൺകുട്ടികൾ, അവളുടെ സ്വന്തം ചേച്ചി. അപ്പോൾ പിന്നെ ഇവൾ സീരിയസ് ആയിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ചേച്ചിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ചേച്ചി സത്യം പറഞ്ഞു തുടങ്ങി. അതായത് ഈ പുള്ളി ഗൾഫുകാരന് കല്യാണത്തിൻ്റെ സമയത്ത് ഗൾഫിലായിരുന്നു. അപ്പോൾ ഇവൾക്കും ജോലി ഉണ്ടായിരുന്നു. ഈ ചേച്ചി നേഴ്സ് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഈ 2 പേരുടെ വരുമാനമുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും മെല്ലെ ഈ പുള്ളി എന്തോ ജോലിയൊക്കെ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഭയങ്കര കടബാധ്യതകളുമായിട്ടാണ്. അതായത് നാട്ടിലല്ല കടം, ഗൾഫിലാണ് കടം. അവിടെ ലക്ഷങ്ങളുടെ കടബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ പുള്ളി നാട്ടിലേക്ക് പോരുന്നത്. അത് വീട്ടിൽ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓൾറെഡി ഈ വീട് ജപ്തി ആയത് ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി ആണ്. വീട് കുറേയും കൂടി ലോൺ എടുത്തിട്ട് ചേച്ചി പഠിച്ച് ജോലി കിട്ടിയിട്ടും ഈ ചേച്ചി എന്താ പറയുക, ഈ ലോൺ അടയ്ക്കാനുള്ള ക്യാഷ് ഈ അപ്പനും അമ്മയ്ക്കും കൊടുത്തിരുന്നില്ല. അപ്പം ചേച്ചിയുടെ കല്യാണത്തിന് മുമ്പ് തന്നെ സാലറി കിട്ടുമ്പം ലോൺ അടയ്ക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ ചേച്ചി അത് കൊടുക്കത്തില്ലായിരുന്നു എന്നാണ് ഇവളെന്നോട് പറഞ്ഞത്. അങ്ങനെ എന്താ പറയുക, അങ്ങനെ പുള്ളിയുടെ അളിയൻ്റെ കടബാധ്യതയുടെ കാര്യം ഇവരറിഞ്ഞപ്പോഴത്തേനും
അപ്പോൾ അവർ ഇതിനെക്കുറിച്ചൊക്കെ സംസാരമൊക്കെ ഉണ്ടായി. അപ്പോൾ പിന്നെ അവർ പറയുന്നത് ഇപ്പോഴുള്ള വീടിൻ്റെ അവകാശം അവർക്കും കൂടിയാണെന്ന്, അതായത് ചേച്ചിക്ക് ഹസ്ബൻഡിനാണ് ഇപ്പോഴുള്ള വീടിൻ്റെ അവകാശം. അപ്പോൾ അതെങ്ങനെ ഇപ്പോഴുള്ള വീടിൻ്റെ അവകാശം ചേച്ചിക്ക് കിട്ടും? കാരണം ഈ പെൺകുട്ടി, അതായത് ഞാൻ പറഞ്ഞ ഫാത്തിമ എന്ന പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ജോലി ചെയ്തുണ്ടാക്കിയ പൈസയിൽ നിന്ന് വാങ്ങിയ വീട് സ്ഥലമാണ് അമ്മയ്ക്ക് വേണ്ടി. അതായത് അവർ നേരത്തെ താമസിച്ച വീട് ജപ്തിയായിപ്പോയി. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് പൈസ ഉണ്ടാക്കി വാങ്ങിയെടുത്ത സ്ഥലമാണ് ഈ വീടും സ്ഥലവും. അപ്പോൾ ആ വീടിനും കൂടി അവകാശം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ചേച്ചിയും ഹസ്ബൻഡും കൂടി വന്ന് അവിടെ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത്. അപ്പം എന്താ പറയുക, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെന്നും അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടാൽ പോകില്ല എന്നും പറഞ്ഞിട്ട് അവരവിടെ പ്രശ്നങ്ങൾ തുടങ്ങി. പിന്നെ അതിനെ പറഞ്ഞ് പ്രശ്നങ്ങളായി. ചേച്ചിയെ പഠിപ്പിക്കാനും അവളുടെ കല്യാണം നടത്താനുമാണ് ലോൺ എടുത്തത്. എന്നിട്ട് ജോലി കിട്ടിയിട്ടും അവൾ ആ ലോണിൻ്റെ പലിശ പോലും അടച്ചിട്ടില്ല. അവസാനം അത് ബാങ്ക് കൊണ്ടുപോയി. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വാങ്ങിയ വീട്ടിൽ വന്നിട്ട് എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. മമ്മിക്ക് വാങ്ങിക്കൊടുത്ത ഗോൾഡ് പോലും കൊണ്ടുപോയി. ഒരു ദിവസം കുറേ സംസാരമുണ്ടായി. എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ഓടി വന്നു. എൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കി, മുടിക്ക് കുത്തിപ്പിടിച്ചു, അടിച്ചു എന്നെ. അപ്പോൾ ഞാൻ 5 മാസം ഗർഭിണിയാണ്. പിന്നീട് ഓരോ കുത്തുവാക്കുകളായി തുടങ്ങി. പിന്നെ എനിക്ക് എപ്പോഴും പേടിയായിരുന്നു. ഹസ്ബൻഡിനോട് പറയുമ്പോൾ സമാധാനിപ്പിച്ചു. ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള ഓരോ പ്രശ്നങ്ങൾ കൊണ്ടാണ് മമ്മിയുടെ കൂടെ നിൽക്കാൻ വന്നത്. പിന്നെ എപ്പോഴും ടെൻഷനായി, പേടിയൊക്കെയായിരുന്നു. പ്രസവത്തിന് 1 മാസം മുൻപ് നിനക്ക് അബോർഷനാകും എന്ന തരത്തിലൊക്കെ ചേച്ചിയും ഭർത്താവും എന്നെ കുറ്റപ്പെടുത്തി പറയാൻ തുടങ്ങി. അത് ആ പെൺകുട്ടി പറഞ്ഞിരുന്നു. അതായത് ഇവരുടെ കൂടെ ഒപ്പം വന്ന് നിന്നിട്ട് ആ ചേച്ചി എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ ഹസ്ബൻഡും കൂടിയിട്ട്, ഇവർക്കും ഒരു ആൺകുട്ടിയുണ്ട്, ഒരു 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ അങ്ങോട്ട് പഠിക്കുന്ന ഒരു ആൺകുട്ടിയുണ്ട്. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഇവളാണ്, ഫാത്തിമ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് ഈ ചേച്ചിയുടെ കുട്ടിയുടെ കാര്യം നോക്കിയിരുന്നത്. അവളാണ് എല്ലാ കാര്യങ്ങളും ആ കൊച്ചിന് വേണ്ടി ചെയ്തു കൊടുത്തിരുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇവൾ പ്രഗ്നൻ്റായി ഡെലിവറി എത്താനായപ്പോഴും ഇവർ രണ്ടുപേരും, ഈ ചേച്ചിയും ഹസ്ബൻഡും ഈ കുട്ടീനെ കുറ്റപ്പെടുത്തുകയാണ്. അതായത് നിനക്ക് കൊച്ചുണ്ടാകത്തില്ല, നിനക്ക് കൊച്ചുണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ പറ്റും, നിൻ്റെ കൊച്ചിന് പോകും, നിൻ്റെ കൊച്ചിനുണ്ടാവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവളെ ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്വന്തം ചേച്ചിയും ഭർത്താവും. അവർ പറഞ്ഞ പോലെ തന്നെ ഡെലിവറിക്ക് ഒരാഴ്ച മുൻപ് പെട്ടെന്ന് ബ്ലീഡിങ് ആയി, ഹോസ്പിറ്റൽ ഇഷ്യൂസായി, ഡെലിവറി ഡേറ്റിൽ അഡ്മിറ്റായി. പക്ഷേ എനിക്ക് ജീവനുള്ള ഒരു കുട്ടിയെ പ്രസവിക്കാൻ കഴിഞ്ഞില്ല, കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. സമനില തെറ്റിയ ദിവസങ്ങളായിരുന്നു. പിന്നെ ആത്മഹത്യ ചെയ്യാൻ ട്രൈ ചെയ്തു ഒരുപാട് തവണ. പക്ഷെ മമ്മിയും ഹസ്ബൻഡും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. കൗൺസിലിങ്ങിനൊക്കെ പോയി. ഇപ്പോൾ കുറേയൊക്കെ ശരിയായി. 2 വർഷം കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും പ്രഗ്നൻ്റാണ്. വീട്ടിൽ ഇപ്പോഴും ചേച്ചി പ്രശ്നം തന്നെ. എന്നാലും ഒരുപാട് പഠിച്ചു കാര്യങ്ങൾ. ഇപ്പോൾ കുറേയൊക്കെ ഓവർകം ചെയ്തു. സോ ഇതാണ് വേറൊരു സ്റ്റോറി. ഇതെനിക്ക് പേഴ്സണലായിട്ട് എനിക്കറിയാവുന്ന ഒരാളാണ്. സോ അതാണ് എനിക്ക് അത്രയും എനിക്കിപ്പോൾ നിങ്ങളോട് ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അവൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഷോർട്ടായിട്ട് പറഞ്ഞു തന്നതാണ്. സോ അല്ലാതെ എനിക്ക് അവളെ പേഴ്സണലി അറിയാം. അവളുടെ പ്രശ്നങ്ങൾ എനിക്ക് എപ്പോഴും അവൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ്. എനിക്ക് 1 വർഷം അവളെക്കുറിച്ചിട്ട് എനിക്ക് ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെ എനിക്ക് ഇത് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞപ്പോഴാണ് അവൾ എനിക്ക് ഇങ്ങനെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അവളെയും പറഞ്ഞത്, അവൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അവളുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് അവളെ നല്ലോണം ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു ചേച്ചിയുടെ ഹസ്ബൻഡ് അവളുടെ വേറൊരു പെൺകുട്ടിയുടെ, അതായത് ആ ചേച്ചിയുടെ കൂടെപ്പറപ്പിന് ദേഹത്ത് കൈ വെക്കണമെന്നുണ്ടെങ്കിൽ എന്തൊരു ധൈര്യമായിരിക്കും അവന്. അങ്ങനെ അപ്പോൾ ആ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് അവളെ കഴുത്തിന് കയറി ഞെക്കി പിടിച്ചതും ഒക്കെ. അങ്ങനെ ഒരുപാട് ടെൻഷനുകളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ചാണ് അവൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ കാരണമായത്. ഇപ്പം എന്താ പറയുക, ഇപ്പം വീണ്ടും പ്രഗ്നൻ്റാണ്. ഇപ്പോൾ ഇഷ്യൂസൊന്നുമില്ല. എന്നാലും ചേച്ചിയുടെ പേരിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവൾ പറയുന്നു അവൾക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയാലും കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അവൾക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റണില്ല. അതുകൊണ്ടാണ് അവൾ അമ്മയുടെ കൂടെ തന്നെ നിൽക്കുന്നത്. കാരണം അമ്മയെ ഒറ്റയ്ക്കാക്കി പോയി കഴിഞ്ഞാൽ അവൾക്ക് ഉറപ്പാണ് ആ വീടും സ്ഥലവും എന്തായാലും വീണ്ടും നഷ്ടപ്പെടും. കാരണം ചേച്ചിയും ഹസ്ബൻഡും ഇപ്പോഴും അവിടെ തന്നെ ആ വീട്ടിലിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. സോ അവൾ എന്തും വരട്ടെ എന്ന് കരുതിയിട്ട് അവിടെ ധൈര്യത്തിൽ അവിടെ തന്നെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് 2ാമത്തെ ഒരാളുടെ എക്സ്പീരിയൻസ് കേട്ടോ. ഇനി 3ാമത്തെ ഒരെണ്ണം കൂടി ഉണ്ട്. ആ 3ാമത്തെ സ്റ്റോറി എന്ന് പറയുന്നത് നീതു. ഇതും റിയൽ നെയിമല്ല, ഞാൻ കൊടുത്തൊരു പേരാണ് നീതു. അപ്പോൾ
ആളുടെ എക്സ്പീരിയൻസൂടെ വായിച്ചിട്ടില്ല കേട്ടോ. ഇതും എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ട വർഷങ്ങളായിട്ട് എനിക്കറിയുന്ന ഒരു കുട്ടിയുടെ തന്നെയാണ്. ഈ 3 പേരെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്നത് തന്നെയാണ്. ഒരുപാട് വർഷങ്ങളുടെ സുഹൃത്ബന്ധമുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് പേര് എനിക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 14 പേരാണ് എനിക്ക് ഇതുപോലെ അവരുടെ ഓരോ ലൈഫിലെ എക്സ്പീരിയൻസ് എനിക്ക് അയച്ചത്. അതിൽ നിന്ന് 3 മാത്രമാണ് ഞാൻ എനിക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ബാക്കിയുള്ളത് ഉണ്ട്, പക്ഷെ എന്നാലും സെയിമാണ്, സ്റ്റോറി സെയിമാണ്. പക്ഷെ അതിൽ കുറേ പേര് എനിക്ക് അയച്ചു തന്നത് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരുപാട് ഉപദ്രവങ്ങൾ സഹിച്ച ആൾക്കാരുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്രയൊന്നും നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നില്ല. കാരണം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കും അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ പറയുമ്പോൾ എനിക്കും അത് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞ് അവതരിപ്പിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കും ഉണ്ട്. കാരണം ഞാൻ പേഴ്സണലി എനിക്കറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് അത് പറയുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ 3ാമത്തെ ആളുടെ സ്റ്റോറി പറയാം. നീതു. കല്യാണത്തിന് ശേഷം ഞങ്ങൾ മാറിയാണ് താമസിക്കുന്നത്. ഹസ്ബൻഡും അവർ 3 ആണുങ്ങളാണ്. അതായത് ഹസ്ബൻഡ്, പിന്നെ ഒരു ചേട്ടൻ, പിന്നെ ഒരു അനിയനാണ്. അപ്പോൾ 3 പേരും കല്യാണത്തിന് ശേഷം മാറിയാണ് താമസിക്കുന്നത്. ഒരാളാണ് വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് നന്നായി മദ്യപിക്കുന്ന ആളാണ്. ഒരു ദിവസം എന്നെയും 2 കുട്ടികളെയും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആക്കിയിട്ട് അയാൾ കൂട്ടുകാരുടെ കൂടെ പോയി. നല്ല രീതിയിൽ തന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയിരുന്ന ഫാമിലിയായിരുന്നു ഞങ്ങളുടെ. ഒരു ദിവസം നിൽക്കാൻ പോയ ഞങ്ങൾ 2 ആഴ്ച അവിടെ നിന്നു. സ്വന്തം അച്ഛനെ പോലെയാണ് അയാളെ ഞാൻ കണ്ടത്. എന്നോടും ആ രീതിയിൽ തന്നെ മുൻപും പെരുമാറ്റം ഉണ്ടായിട്ടുള്ളൂ. അതായത് ആ കുട്ടിയുടെ അമ്മായിയപ്പൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്, ഹസ്ബൻഡിൻ്റെ ഫാദർ. അതിനിടയിൽ ഞാൻ പ്രതീക്ഷിക്കാതെ ഒരു കാര്യം ഉണ്ടായി. എൻ്റെ അമ്മായിയപ്പൻ എന്ന് പറയുന്ന അയാൾ എന്നോട് മോശമായി പെരുമാറുവാൻ തുടങ്ങി. അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ വന്ന് വളരെ അടുത്ത് നിന്ന് സംസാരിക്കുക ഒക്കെ തുടങ്ങി. അടുത്ത ദിവസം ഞാനും അവിടുത്തെ അമ്മയും അമ്മായിയപ്പനും എൻ്റെ കുട്ടികളും മാത്രം ഉണ്ടായിരുന്ന ദിവസം ഞാൻ കുട്ടികളുമായി വർത്തമാനം പറഞ്ഞ് ഇരിക്കുമ്പോൾ ഇയാൾ അടുത്ത് വാ, എന്തോ പറയണം എന്ന് പറഞ്ഞു. അമ്മ അപ്പോൾ അപ്പുറത്ത് ബാത്റൂമിൽ എന്തോ ആയിരുന്നു. ഞാൻ ചെന്നു. അപ്പോൾ വളരെ മോശമായ രീതിയിൽ സെക്ഷുവലി അയാൾക്ക് എന്നോട് താല്പര്യമുണ്ടെന്നും ഞാൻ സമ്മതിക്കണമെന്നും പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. അവിടുന്ന് ഇറങ്ങി ഓടിപ്പോകാൻ തോന്നി. അപ്പോൾ അമ്മ വന്നതുകൊണ്ട് അയാൾ പിന്മാറി. എന്താലേ. പിറ്റേ ദിവസവും അയാൾ ഇതേ ആവശ്യവുമായി വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, തനിക്ക് വേറെ മരുമക്കളുണ്ടല്ലോ, അവരോടും ഇതേപോലെ ചോദിച്ചായിരുന്നോ എന്ന്. അയാൾ ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞു, എനിക്ക് അവരോടല്ല, നിന്നോടാണ് താല്പര്യമെന്ന്. ഞാൻ ചോദിച്ചു, തനിക്ക് നാണമില്ലേ എന്ന്. എനിക്ക് കൂടുതൽ സംസാരത്തിന് പോലും താല്പര്യം തോന്നിയില്ല. ഹസ്ബൻഡിനോട് എനിക്ക് ദേഷ്യം തോന്നി. എത്രയും പെട്ടെന്ന് തിരിച്ചു പോരാൻ തോന്നിയെങ്കിലും കുറച്ച് ദിവസം കൂടി അവിടെ പിടിച്ചു നിൽക്കേണ്ടി വന്നു. വീട്ടിൽ വന്നിട്ട് ഹസ്ബൻഡിനോട് എങ്ങനെ പറയുമെന്ന് ഓർത്ത് കുറച്ച് ദിവസം വല്ലാത്ത ടെൻഷൻ അനുഭവിച്ചു. പിന്നെ ഒരു വിധത്തിൽ കാര്യം പറഞ്ഞു. പക്ഷേ വിശ്വസിച്ചില്ല. തന്നെയുമല്ല, ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു കാര്യത്തിന് അവിടെ പോകേണ്ടതായി വന്നു. അപ്പോൾ വീണ്ടും അയാളുടെ മോശം സ്വഭാവം പുറത്തെത്തി. അയാൾ ചോദിച്ചു, ഡി, ഞാനെന്ന് പറഞ്ഞ കാര്യം എന്തായി എന്ന്. പോടാ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ പുറത്തിറങ്ങി നിന്നു. തിരികെ വീട്ടിൽ വന്ന് ഞാൻ ഹസ്ബൻഡിനോട് കാര്യം പറഞ്ഞു. ഒന്നുകിൽ അയാളോട് കാര്യം ചോദിക്കണം, അല്ലെങ്കിൽ ഇനി ഞാൻ അവിടേക്ക് കയറില്ല എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എന്നേക്കാൾ ഡിപ്രഷനിലായത് ഹസ്ബൻഡാണ്. ഒരുപാട് മദ്യപിക്കാൻ തുടങ്ങി. അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ തമ്മിലുണ്ടായി. ഞാൻ കള്ളം പറയുകയാണെന്ന് വരെ പറഞ്ഞു. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഉണ്ടാക്കി പറയുകയാണെന്നും പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. സോ ഇതിൽ എങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം എന്താ പറയുക, ചില സമയത്തൊക്കെ ഞാൻ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ നേരിട്ട് ഞാൻ അറിയുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ എന്താ പറയുക, ശരിക്കും സത്യമാണ്. ഇങ്ങനെയൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാളോട് പറഞ്ഞ് അയാൾ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ
വീണ്ടും അവിടെ പോയി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്താ പറയുക, ഇപ്പോൾ എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്നും. നിങ്ങൾ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അവരവരുടെ സിറ്റുവേഷനായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. കാരണം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതായിട്ട് ഹസ്ബൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ട്, അതും ഹസ്ബൻഡിൻ്റെ അപ്പൻ, ഫാദർ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കണം, അതൊന്ന് വിശ്വസിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവൾ കള്ളം പറയുകയാണെന്നാണ് ഹസ്ബൻഡ് ആദ്യം പറഞ്ഞത്. എന്നിട്ട് എന്താ പറയുക, അതൊന്ന് വിശ്വസിപ്പിച്ചെടുക്കാനായിട്ട് അവൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു. തന്നെ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി അല്ലെങ്കിലേ കള്ളുകൂടിയനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് കള്ളുകൂടിയും അവളെ ഉപദ്രവിക്കലും ഒക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. തന്നെയല്ല പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവൾ കള്ളിയാണെന്നും കള്ളത്തരം പറയുകയാണെന്നും എന്താ കുടുംബം നശിപ്പിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ എനിക്ക് കുറേ വോയിസ് മെസ്സേജൊക്കെ എനിക്ക് അയച്ചിട്ടുണ്ട്. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് എല്ലാം കൂടി നിങ്ങളുടെ മുന്നിൽ അതൊന്ന് എക്സ്പ്രസ് ചെയ്ത് പറയാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് അപ്പോൾ എന്താ അവരുടെ കുടുംബങ്ങൾ തമ്മിൽ തല്ലി പിരിപ്പിക്കാൻ നോക്കുകയാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ അങ്ങനെ ഭയങ്കര ഉപദ്രവമായി, രാത്രിയൊക്കെ ഭയങ്കര ബഹളങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായി. സോ അവൾ 2-3 തവണ ആത്മഹത്യ ചെയ്യാനായിട്ട് തുടങ്ങി. അവസാനം എന്താ പറയുക, ഹസ്ബൻഡിൻ്റെ മദ്യപാനം കാരണം ഉണ്ടായ പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ ഒരുപാട് മെൻ്റൽ സ്ട്രെസ്സും ഡിപ്രഷനും അനുഭവിച്ചു. പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചു. കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരോടെല്ലാം പറയുമായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ കുറേ ഓവർകം ചെയ്തു. സോ അങ്ങനെയാണ് അവൾ ഓവർകം ചെയ്തത് എന്നാണ് പറഞ്ഞത്. അതായത് ആ ഒരു പ്രശ്നം ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് വിശ്വസിക്കാത്തൊരു സിറ്റുവേഷനിൽ അവൾക്കത് ഉള്ളിൽ പിടിച്ച് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോഴാണ്, ആരോട് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോഴാണ് ആ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ആത്മഹത്യ ചെയ്യാനൊരു 3-4 തവണ ആ കുട്ടി ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. കാരണം വീണ്ടും എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവൾക്ക് അവിടെ പോയി നിൽക്കാതെ നിവൃത്തിയില്ല. കാരണം അവിടെയുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ പുള്ളിയുടെ 2 ബ്രദേഴ്സും വൈഫുമാണ്. അവരോട് തുറന്ന് പറയാൻ പറ്റുമോ? അതോ ഇനിയും ഈ അമ്മ എന്ന് പറയുന്ന ആളോട് പറയാൻ പറ്റുമോ? കാരണം ആരോടും ഓപ്പണായിട്ട് പറയാൻ പറ്റാത്തൊരു ഒരു കാര്യമാണ് ആ വീട്ടിൽ അവൾക്ക് സംഭവിച്ചത്. സോ അപ്പോൾ അത് ഹസ്ബൻഡിനോടല്ലാതെ വേറെ ഒരാളോടും തുറന്ന് പറയാനുള്ളൊരു ഓപ്ഷനും ഇല്ല. അപ്പോൾ അവൾ ചെയ്തത്, ആദ്യം ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ആൾ വിശ്വസിച്ചില്ല. പ്രശ്നങ്ങളുണ്ടായി, അടി ഇടി പിടി അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. പുള്ളി കള്ളു കുടിച്ചിട്ട് വന്നിട്ട് പ്രശ്നങ്ങളുണ്ടാക്കുക, അങ്ങനെയൊക്കെ കുറേ എന്നോട് പറഞ്ഞു. പിന്നെ ഇപ്പോൾ സംഭവം നടന്നിട്ടൊരു 4-5 മാസം ആയിട്ടേ ഉള്ളൂ. പക്ഷേ എന്താ പറയുക, അടുത്തവൾ കുറേ പല രീതിയിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. എന്തൊക്കെ ഗുളികകൾ കഴിച്ചേക്കണു, തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു, ഇങ്ങനെ കുറേ ട്രൈ ചെയ്തു എന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ അതിനുശേഷം പിന്നെ എന്താ പറയുക, കൗൺസിലിങ്ങിന് പോയി. പിന്നെ കൗൺസിലിങ്ങിന് പോയതിന് ശേഷം പിന്നെ അടുത്ത് വേണ്ടപ്പെട്ട ആൾക്കാരോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ അത് കുറേയൊക്കെ ഓവർകം ചെയ്തു എന്നാണ് പറഞ്ഞത്. സോ ഇതാണ്, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല ഇത്ര പേർക്ക് ഇത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവുമോ എന്ന്. ഞാൻ തന്നെ ഇത് കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ടു. കാരണം നമ്മളിതൊക്കെ വാർത്തക്കൂടെയല്ലേ അറിയണുള്ളൂ. അപ്പോൾ എന്ത് വന്നാലും ഒരിക്കലും നമ്മൾക്ക് ശരിയാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അതിലൊക്കെ റീൽസിലൊക്കെ ഓരോ പോസ്റ്റുകൾ പോലെ റീൽസ് വരലുണ്ട്. അപ്പം കുറേ ഇപ്പോൾ അങ്ങനെ വരുന്നത് കാണാം. കാരണം പെൺകുട്ടി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ദൈവം തരുന്ന ഭയങ്കര പ്രിൻസസ്സാണ് എന്നൊക്കെ പറയും. ശരിയാണ്, പ്രിൻസസ് എന്ന് പറയുന്നത് അവളുടെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് അവൾ പ്രിൻസസ്. പക്ഷെ അവൾ കല്യാണം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും അവൾ പ്രിൻസസ് ആകുമോ എന്നുള്ളത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. സോ അവൾക്ക് പ്രിൻസസിനെ പോലെയുള്ളൊരു സ്ഥാനം അവിടെ ലഭിക്കുമോ എന്നുള്ളത്. ഈ ഒരു 3 സ്റ്റോറീസും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ഇപ്പോൾ 14 പേരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ 14 പേര് 35 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ്, പെൺകുട്ടികൾ. 30 to 35
ഏജിന് ഇടയ്ക്കുള്ള ആൾക്കാരാണ് ഈ 14 പേരും. അപ്പം നമ്മൾക്ക് തന്നെ പരിചയമുള്ള ആൾക്കാരോട് തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ ഇത്ര അധികം പേര് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ ഈ കേരളത്തിലുള്ള ഈ 14 ജില്ലയിലുമുള്ള ഈ ലക്ഷങ്ങൾ വരുന്ന പെൺകുട്ടികളിൽ എത്ര പേര് ഈ ആത്മഹത്യ ചെയ്യണം എന്നുള്ളൊരു ടെൻഡൻസിയിൽ നടക്കുന്നുണ്ട്. സോ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ കല്യാണം കഴിഞ്ഞ് കുട്ടികളുള്ള ആൾക്കാരാണ്. സോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ അവർക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ജോലി, ഒരു സ്ഥിര വരുമാനമുള്ള ആൾക്കാരായിരിക്കും. പിന്നെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവർക്ക് കുട്ടികളുടെ ആ ഒരു ഇതിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരായിരിക്കും കൂടുതലും. അതായത് ഫാമിലിയോടൊപ്പം തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ. എനിക്ക് നിങ്ങളോട് ഈ സ്റ്റോറി പറഞ്ഞിട്ട് എങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് സംസാരിക്കണമെന്ന് എനിക്ക് പറ്റണില്ല. സോ ഞാനിത് ഈ ഒരു സ്റ്റോറി ബേസ് ചെയ്ത് തന്നെ ഞാൻ സംസാരിച്ച് അധികം മുന്നോട്ട് കൊണ്ടുപോകണില്ല. സോ അപ്പോൾ ഞാൻ എന്താ പറയുക, നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയണില്ല. അതായത് ഒന്നും അസാധ്യമല്ല. അതായത് നമ്മളെക്കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് കരുതി കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിതത്തിൽ കുറേയൊക്കെ മുന്നേറാൻ പറ്റും. സോ പിന്നെന്താ, ഐ ആം പോസിബിൾ, എനിക്ക് കഴിയും, എന്നെക്കൊണ്ടത് പറ്റും, എന്നെക്കൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ എല്ലാവരും നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞില്ലേ, നമ്മൾ സ്വയം നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. നമ്മുടെ മോട്ടിവേറ്റർ, നമ്മുടെ ഒരു എന്താ പറയുക റോൾ മോഡൽ ആരാണ്, നമ്മളെ തന്നെ നമ്മുടെ റോൾ മോഡലാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം പോസിബിളാക്കാൻ പറ്റും. നമ്മളെക്കൊണ്ട് കഴിയാത്തതായിട്ടൊന്നുമില്ല. ഇപ്പോൾ എന്താ പറയുക, നമ്മളെക്കൊണ്ട് കഴിയാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു പുതിയൊരു ഫാമിലി, ഒരു പുതിയൊരു സൊസൈറ്റിയിലേക്ക് എൻ്റർ ചെയ്ത് അവിടുത്തെ ഒരു കുട്ടിയെ നമ്മൾ ജന്മം കൊടുത്ത് അതിനെ വളർത്തി അതിനു വേണ്ടി നമ്മുടെ ഒരു ലൈഫ് അവിടെ സ്പോയിലായി നമ്മൾ തീർക്കാൻ അതിനുള്ളൊരു കഴിവ് നമ്മുടെ സ്ത്രീകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, സോ നമുക്ക് ഉറപ്പായിട്ടും ആത്മഹത്യ ചെയ്യാതെ നമുക്ക് നമ്മുടെ ഒരു സെൽഫിനെ നമുക്ക് അവിടെ കൺട്രോൾ ചെയ്ത് നമുക്ക് പിടിച്ചു നിർത്താൻ, നമ്മളെ വളർത്തിയെടുക്കാൻ നമുക്ക് തന്നെ പറ്റും എന്നുള്ളത്. ഇതിപ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കഴിവും നമ്മുടെ ഒരു ശക്തിയും നമ്മുടെ ഒരു ആത്മധൈര്യം നമ്മൾ അറിയാതെ പോകുമ്പോഴാണ് പലരും ഈ ആത്മഹത്യയിലേക്ക് പോയി അവിടെ ജീവിതം തീർക്കുന്നത്. സോ എന്താ പറയുക, ഒരിക്കലും നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ഫാമിലിയെ നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളുണ്ടാവും. സോ അവർ വഴി നിങ്ങൾ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അവർ വഴിയായിട്ട് നിങ്ങൾ അവിടുന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാൻ നോക്കുക. ആരും ആത്മഹത്യ ചെയ്യരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ ഇന്നലെയും കൂടി നമ്മൾ 2 ആത്മഹത്യയുടെ വാർത്ത കേട്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എന്തും ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം എല്ലാവർക്കും ഉണ്ടാവണം, എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്താ പറയുക, ആ ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം എല്ലാവർക്കും. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 99% ഈ ആത്മഹത്യാ പ്രവണതയെ നമുക്ക് അതിജീവിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ പലർക്കും ഇപ്പോൾ ആത്മഹത്യ പ്രവണത എന്ന് പറയണത് ഇതിപ്പം നമുക്ക് മുമ്പിലേക്ക് വരുന്നത് ഇപ്പം കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ കൂടുതൽ വാർത്തകളാണെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് മുൻപും ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതലാണ് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്ന എണ്ണം ഇപ്പോൾ റീസെൻ്റായിട്ട്. അപ്പോൾ എന്താ പറയുക, വീണ്ടും പറയാനുള്ളത്, ആരും ഇനി ഈ ഭർത്താവിൻ്റെ വീട്ടിലെ പീഡനങ്ങൾ കാരണമോ അതല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഈ പീഡനം എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള പീഡനം മാത്രമല്ല, മാനസികമായിട്ടുള്ള പീഡനം, ഇതിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ പല സ്റ്റോറീസാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതെല്ലാം ഒരാളുടെ മനസ്സിനെ, ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോഴത്തേനും ഈ കല്യാണത്തിന് മുമ്പെന്ന് പറഞ്ഞാൽ എന്താ, ഒരു പെൺകുട്ടിക്ക് കൊമ്പും വാലും ചിറകും ഒന്നുമില്ല. സോ എല്ലാവരും മൈൻഡ് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു പ്രായമാണ് കല്യാണത്തിന് മുൻപ്. സോ
പെട്ടെന്നൊരു കല്യാണം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇത് കഴിയുന്നു, വേറൊരു സൊസൈറ്റിയിലേക്ക് പോകുന്നു, അവിടുത്തേതെല്ലാം കൂടി അടിച്ചേൽപ്പിക്കുന്നു. അതൊക്കെ വരുമ്പോഴേക്കും ഒരാൾക്ക് അതിലേക്ക് മെല്ലെ മെല്ലെ ഒന്ന് അഡ്ജസ്റ്റ് ആവാനൊക്കെ വളരെയധികം സമയമെടുക്കുന്നൊരു പ്രോസസ്സാണിത്. പെട്ടെന്ന് ഒരു കാര്യം ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. സോ അപ്പോൾ എല്ലാവരും അതിന് കുറച്ചൊക്കെ ഒരു സമയം കൊടുക്കുക. പിന്നെ എന്താ പറയുക, ഇപ്പം പണ്ടൊക്കെയാണ് ഒരു കറുത്തവൻ വെളുത്തവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തിരിച്ച് നടത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ആരെയും കാസ്റ്റ് ചോദിക്കണില്ല. നീ എന്താ വെളുത്തിരിക്കുക, നീ എന്താ കറുത്തിരിക്കുക, നിൻ്റെ ചുണ്ടെന്താ അങ്ങനെ, നിൻ്റെ കണ്ണെന്താ ഇങ്ങനെ എന്നൊക്കെ ആരും ചോദിക്കണില്ല, ആരും നോക്കണില്ല. സോ എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യത്വമുള്ളവരായിട്ട് ജീവിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യത്വം മാത്രം ഉണ്ടായാൽ മതി. നമുക്കിപ്പം ഇപ്പോൾ എന്താ പറയുക, ഒരുപാട് പേര് ഇപ്പോൾ സൊസൈറ്റിയിൽ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ അതൊക്കെ ഒരു മനുഷ്യത്വത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം ഒരാൾ അവിടെ ഇരുന്ന് ഇപ്പോൾ അപ്പുറത്ത് ഉള്ള ആളിൻ്റെ വീട്ടിൽ അരി മേടിക്കാൻ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരാൾ കൊണ്ട് അരി മേടിക്കാൻ പൈസ കൊടുക്കും, അല്ലെങ്കിൽ ആ വീട്ടിൽ കൊണ്ട് സാധനം മേടിച്ചു കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചാരിറ്റി ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ ഇപ്പം മറ്റുള്ളവർ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരിൽ ഉണ്ടെങ്കിലും സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചെങ്കിലും സമയം എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും കുറേയൊക്കെ ഇങ്ങനെയുള്ളൊരു ആത്മഹത്യ, പിന്നെ പല കുടുംബങ്ങൾ തകർന്നു പോകുന്ന സിറ്റുവേഷൻസ് അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇപ്പം എന്താ പറയുക, ആരും ആത്മഹത്യ ചെയ്യാതിരിക്കാൻ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോറി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നത് തന്നെ നമ്മുടെ മുന്നിൽ ചിരിച്ച് നടക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ പോലും വലിയൊരു തീക്കട്ടയും കൊണ്ടാണ് അവർ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ അവരോട് കുറേ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ ചോദിച്ച് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം എല്ലാവരും പുറമേ ചിരിച്ച് നടന്നാലും 100% ആരും ഒരിക്കലും ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരാളല്ല. സോ എല്ലാവരും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ പണമുള്ളവരെല്ലാം പണക്കാരൻ എന്ന് പറയാൻ പറ്റുമോ? എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല. എല്ലാം തികഞ്ഞവനായിട്ട് ആരും ഭൂമിയിൽ ജനിക്കുന്നുമില്ല. എല്ലാം കൊണ്ട് ആരും മരിച്ചു പോകുന്നതുമില്ല. സോ നമ്മൾ ഒരു 30 വയസ്സിന് ശേഷമാണ് എൻ്റെ ഒരു അറിവിൽ 30 വയസ്സിന് ശേഷമാണ് നമുക്ക് എന്തെങ്കിലും സമ്പാദിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഒരു 30നും ഒരു 50 വയസ്സിനും ഇടയിലുള്ള ഈ കാലഘട്ടത്തിലാണ് നമ്മളെക്കൊണ്ട് സ്വയമേ നമ്മുടെ ശക്തിയിലും നമ്മുടെ ഒരു വിൽ പവറിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഒരു 20-25 വർഷത്തെ കാലയളവിന് കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ എന്തുമാത്രം അഹങ്കാരത്തിലായിരിക്കും ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നതും ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതും ഒക്കെ. എന്താ പറയുക, ഈ പെൺകുട്ടികളൊക്കെ മരിക്കുന്നത് അധികവും സ്ത്രീധനത്തിൻ്റെ പേരിലാണ്. ഈ സ്ത്രീധനം മേടിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നവരാരും മരിക്കുമ്പോൾ ഇത് കൂടെയിട്ട് കൊണ്ടുപോകുന്നില്ല. ഒരു മാസം 2 മാസം കഴിയുമ്പോൾ മണ്ണിലേക്ക് പുഴുവരിച്ച് അലിഞ്ഞ് ഇറങ്ങി മണ്ണായിട്ട് തീരാനുള്ള മനുഷ്യരാണ് ഇങ്ങനെ അഹങ്കരിക്കുന്നത്. സോ അപ്പോൾ ആരും മറ്റുള്ളവരെ തരം താഴ്ത്തിക്കൊണ്ട് ജീവിക്കാതിരിക്കുക, തരം താഴ്ത്തി കാണിച്ച് ജീവിക്കാതിരിക്കുക. എല്ലാവർക്കും ഒരു സെൽഫായിട്ടുള്ള ഒരു റെസ്പെക്റ്റ് വേണം. എന്നാലേ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായാലും നമുക്ക് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്താ പറയുക, എല്ലാവരും വീണ്ടും എനിക്ക് ആത്മവിശ്വാസമുള്ളവരായിരിക്കുക. നമ്മൾ കുറേയൊക്കെ മറ്റുള്ളവരായിട്ട്, അതായത് നമുക്ക് അടുത്ത് വേണ്ടപ്പെട്ട ജസ്റ്റ് ഫ്രണ്ട്സിനോടെങ്കിലും നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നവരായി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആത്മഹത്യയിലേക്ക് ആരും പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഒരു ഷെയർ ചെയ്യാൻ ആരുമില്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അത്രയ്ക്ക് മെൻ്റൽ സ്ട്രെസ് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അത്രയും വേണ്ടപ്പെട്ട ഫ്രണ്ട്സിനോടെങ്കിലും ഓപ്പൺ മൈൻഡ് ആയിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം അവർക്കെങ്കിലും നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇനിയും ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഇനിയും വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും. അപ്പോൾ ആരും ആത്മഹത്യ ചെയ്യരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്താ പറയുക, എല്ലാവരും സ്വയമേ ചിന്തിക്കുക.
എന്താണ് വേണ്ടതെന്ന് സ്വയം എന്തെങ്കിലുമൊക്കെ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ സ്വയം തന്നെ ചിന്തിച്ചെടുക്കുക, ചെയ്തെടുക്കുക. ആരും ആത്മഹത്യയിലേക്ക് വീണ്ടും പോകരുത്. നമ്മൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊണ്ടുപോയി എല്ലാവരുടെ മുമ്പിൽ കുറേ ഇങ്ങനെ പൊതുദർശനത്തിന് വെച്ച് കുഴിച്ചിട്ടു. ഒരു മാസം കൂടിപ്പോയി നമ്മളെല്ലാവരും ഓർക്കും. പിന്നെ നമ്മുടെ വീട്ടുകാരായിരിക്കും അവർ മരിക്കുന്നിടം വരെ നമ്മളെ ഓർത്തിരിക്കുന്നു. സോ അങ്ങനെ ആർക്കും വേണ്ടിയിട്ട് ഒരു പ്രയോജനമില്ലാതെ മരിച്ചു തീരുന്നതിലും നല്ലത് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് അവർ മരിക്കുന്നിടം വരെ നമ്മളിങ്ങനെ ഒരു വേദന കൊടുക്കാതിരിക്കുന്നതിലും നല്ലത് നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ്. ഓക്കെ, അപ്പോൾ ആരും ആത്മഹത്യ ചെയ്യരുത്. എല്ലാവരും ആത്മവിശ്വാസമുള്ളവരായിരിക്കുക. ഓക്കെ, എല്ലാവർക്കും ഇങ്ങനെയൊരു ഇഷ്യൂ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആരും ഇങ്ങനെയൊരു സ്ട്രെസ്സ് മനസ്സിൽ കൊണ്ടുവച്ച് നടക്കരുത്. പിന്നെ അത് ആർക്കോടും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നമ്മുടെ മനസ്സിൽ കുറേയൊക്കെ നമുക്ക് കുറേയൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ കുറേയൊക്കെ കൊണ്ടു നടക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അതിന് സാധിക്കില്ല. അപ്പം പിന്നെ നമ്മളെ തന്നെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പം നമ്മൾ എന്തായാലും സൂയിസൈഡ് എന്നുള്ള കാര്യം തിരഞ്ഞെടുക്കും. സോ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ അതിന് മാത്രം വിഷമങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ പാർട്ട്ണറിനോട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനോട്, അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ വിളിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പള്ളിയിലോ അല്ലെങ്കിൽ മോസ്ക്, ടെമ്പിൾസ്, സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻ കേസ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോളേജ്, സ്കൂൾസ്, പോലീസ് സ്റ്റേഷൻ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. സോ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക. ഇപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് മുമ്പിൽ. ആരും ആത്മഹത്യ ചെയ്യരുത്. വീണ്ടും പറയുകയാണ്, ആരും ആത്മഹത്യ ചെയ്യരുത്. സോ നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. എല്ലാവരും ആത്മവിശ്വാസമുള്ളവരായിരിക്കുക. സോ അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തിയാണ്. ഒരുപാട് സമയം നമ്മൾ നീട്ടി കൊണ്ടുപോയി ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട്. വീണ്ടും ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ഞാൻ ഇനിയും ഒരു വീഡിയോ ഞാൻ ചെയ്യില്ല ഉറപ്പായിട്ടും. കാരണം എനിക്കിനി ഒരുപാട് ആൾക്കാരുടെ എനിക്കിനി അവരുടെയൊക്കെ അനുഭവങ്ങൾ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇനി എനിക്ക് അയച്ചു തരാമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അതിൻ്റെ സൊല്യൂഷൻ ഞാൻ അവർക്ക് തന്നെ പേഴ്സണലി ഞാൻ അയച്ചു കൊടുക്കുമെന്നല്ലാതെ ഒരിക്കലും ഞാൻ ഇനി ആരുടെ ഇഷ്യൂസ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കില്ല. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഈ 3 എണ്ണം കണ്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി എന്ന് വെച്ചാൽ ഭയങ്കര ത്രെട്ടനിങ് ആണ്. സോ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ കഴിഞ്ഞിട്ടും എല്ലാം. സോ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ബൈ ഫോർ സോഴ്സ് ലൈഫിൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും വേറൊരു സബ്ജക്റ്റുമായിട്ടായിരിക്കും ഇനി വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കരുത്. ഓക്കെ, ബൈ.